നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയം വേണ്ടിനിയും. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയം വേണ്ടിനിയും. നന്മ ചെയ്തു നാട്ടിൽ പാർക്കും നമുക്കു ദൈവ സേവ ചെയ്യാം. നന്മ ചെയ്തു നാട്ടിൽ പാർക്കും നമുക്കു ദൈവ സേവ ചെയ്യാം. ആശ്രയിക്കാം അവനിൽ മാത്രം, ആഗ്രഹങ്ങൾ തരുമവൻ. ആശ്രയിക്കാം അവനിൽ മാത്രം, ആഗ്രഹങ്ങൾ തരുമവൻ. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയം വേണ്ടിനിയും. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയം വേണ്ടിനിയും. നിത്യനാടു നോക്കി നമ്മൾ യാത്ര ചെയ്യും നിന്നു മണ്ണിൽ. നിത്യനാടു നോക്കി നമ്മൾ യാത്ര ചെയ്യും നിന്നു മണ്ണിൽ. എത്തും വേഗം നിശ്ചയം പുത്തൻശാലേ പുരമതിൽ. എത്തും വേഗം നിശ്ചയം പുത്തൻശാലേ പുരമതിൽ. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയം വേണ്ടിനിയും. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയം വേണ്ടിനിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 37-ാം സങ്കീർത്തനത്തിലെ ചില കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ഓർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക. ഇതാണ് നമ്മുടെ വിഷയം, നന്മ ചെയ്യുക. ഒരിക്കൽ ധനികനായ ഒരു പിതാവും മകനും കൂടെ തുണിക്കടയിൽ പോയി ഷോപ്പിംഗ് കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങുവാൻ കാറിൽ കയറുവാനായി കാറിനെ സമീപിച്ചപ്പോൾ ഒരു പാവപ്പെട്ട കുട്ടി അവരെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു: എന്നെ ഒന്ന് സഹായിക്കുമോ? എനിക്ക് ധരിക്കുവാൻ വസ്ത്രങ്ങളൊന്നുമില്ല, ഏതെങ്കിലും രീതിയിൽ എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ധനികനായ മനുഷ്യൻ ഈ കുട്ടിയുടെ അഭ്യർത്ഥന കേട്ട് അവനോട് മനസ്സലിഞ്ഞ് നോക്കിയപ്പോൾ അവൻ്റെ വസ്ത്രങ്ങൾ കീറിയതും വളരെ പഴയതുമായി കണ്ടു. എന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്ക് എത്ര വയസ്സ് പ്രായമുണ്ടെന്ന്? അവൻ മറുപടി പറഞ്ഞു, എനിക്ക് 10 വയസ്സായി. ധനികൻ പറഞ്ഞു, എൻ്റെ മകനും 10 വയസ്സായി, അതിനാൽ അവന് വാങ്ങിച്ച പുതിയ തുണികൾ നിനക്ക് പാകമായിരിക്കും. എന്നിട്ട് അയാൾ തൻ്റെ മകനിലേക്ക് നോക്കി, ജെഫ്, നീ എന്തു പറയുന്നു? നിനക്ക് വാങ്ങിയ പുതിയ ഉടുപ്പുകളിൽ ചിലത് ഈ പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തൂടെ? നാളെ വീണ്ടും നിനക്ക് കടയിൽ പോയി വാങ്ങിത്തരാം. ഉടനെ ജെഫ് പറഞ്ഞു, കുഴപ്പമില്ല, കൊടുത്തുകൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് പിതാവ് ബാഗിൽ നിന്നും തൻ്റെ മകന് വാങ്ങി വെച്ച പുതിയ ഉടുപ്പുകൾ ആ പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തു. അവൻ്റെ മുഖം ശോഭിച്ചു. ആ ഉടുപ്പുകൾ ആ പാവപ്പെട്ട കുട്ടിക്ക് കിട്ടിയപ്പോൾ അവൻ എന്തെന്നില്ലാത്ത സന്തോഷം അവനുണ്ടായി. മാത്രമല്ല, അവന് എന്തെന്ന് ഇല്ലാത്ത സന്തോഷം അവനുണ്ടായത് മൂലം അവൻ്റെ ഭാവങ്ങളെല്ലാം അങ്ങ് മാറിയെന്ന്. എന്നിട്ട് ധനികൻ ചോദിച്ചു, നീ എവിടെയാണ് നീ പാർക്കുന്നത്? എന്നോട് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ ആ കാണുന്ന പാലത്തിൻ്റെ കീഴിൽ ഒരു ചെറിയ തെരുവിലാണ് പാർക്കുന്നത്. അത് കേട്ട ശേഷം പിതാവും മകനും കാറിൽ കയറി ഭവനത്തിലേക്ക് പോയി. 3 മാസത്തിന് ശേഷം ധനികനായ മനുഷ്യൻ തൻ്റെ കാർ ഓടിച്ച് ആ പാവപ്പെട്ട കുട്ടിയെ അന്വേഷിച്ച് പാലത്തിൻ്റെ അടുത്തെത്തി. എന്നിട്ട് കാറിൽ നിന്ന് അവനാവശ്യമായ തുണികളും കളിപ്പാട്ടങ്ങളും എടുത്തിട്ട് ആ കുട്ടിക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇതെല്ലാം എൻ്റെ മകൻ്റേതാണ്, ഇതെല്ലാം നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ആ പാവം കുട്ടി കരയാൻ തുടങ്ങി. അവന് വിശ്വസിക്കാനായില്ല. എന്നിട്ട് ചോദിച്ചു, സാറിൻ്റെ മകന് പിന്നെ എന്തുണ്ട്? എല്ലാം എനിക്ക് കൊണ്ടു തന്നില്ലേ? അവനിതൊന്നും ഇനിയും ആവശ്യമില്ല. ധനികനായ മനുഷ്യൻ പറഞ്ഞു, ഇപ്പോൾ അവൻ സ്വർഗത്തിലാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ് അവൻ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു. അവൻ്റെ മരണസമയത്ത് എന്നോട് പറഞ്ഞു, ഡാഡി, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എനിക്കുള്ളത് മുഴുവൻ ആ പാവപ്പെട്ട കുട്ടിക്ക് കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ നിനക്ക് കൊണ്ടുവന്നതാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, നീ പാവപ്പെട്ടവനാണെങ്കിലും
നീ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എൻ്റെ മകന് എന്ത് ചോദിച്ചാലും എനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അവൻ്റെ ജീവന് പകരം നൽകുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എത്ര ധനമുണ്ടായാലും അത് അനുഭവിക്കുക എന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. നാം ജീവിക്കുന്ന കാലമൊക്കെയും മറ്റുള്ളവരോടും അനുകമ്പയും നന്മകളും ചെയ്യുന്നുവെങ്കിൽ അതായിരിക്കും നമ്മുടെ മരണശേഷം നമ്മെ പിന്തുടരുന്നത്. നന്മ ചെയ്യുക, നന്മ പറയുക, നന്മ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതായിരിക്കട്ടെ ഓരോ വ്യക്തിയിൽ കൂടെ ഈ ലോകത്തിന് ആവശ്യമായിരിക്കുന്നത്. ഞാൻ മുൻപേ ഓർപ്പിച്ച പ്രകാരം 37-ാം സങ്കീർത്തനത്തിലുള്ള ഇപ്രകാരമാണല്ലോ പറയുന്നത്: യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു, അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും. നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവൻ്റെ മക്കൾ ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾ എത്ര വലുതാണ്. സ്വർഗമഹത്വം വിട്ട് ഈ താണലോകത്തിലേക്ക് വന്ന് സമ്പന്നനായവൻ നമ്മെ സമ്പന്നരാക്കുവാൻ ഈ ഭൂമിയിൽ ദരിദ്രനായി തീർന്നു. പിതാവ് പുത്രന് നൽകിയിരിക്കുന്ന മഹത്വം പുത്രൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാം വാക്യത്തിലാണത് വായിക്കുന്നത്. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. നാം എന്തെല്ലാം നേടിയാലും സ്വരൂപിച്ചു വെച്ചാലും ഈ ധനികനായ മകൻ്റെ ജീവൻ പൊലിഞ്ഞു പോയതുപോലെ ഒരു ദിവസം നാം ഓരോരുത്തരും ഈ ലോകം വിട്ടു പോകേണ്ടി വരും. അതാണ് ദൈവവചനം പറയുന്നത്: അവർ ധനം സമ്പാദിക്കും, അനുഭവിക്കും എന്നറിയുന്നില്ല. ആകയാൽ ഒരു 6 അടി മണ്ണിന് വേണ്ടി മാത്രമാണ് നാം ഈ ലോകത്തിൽ വേണ്ടുന്നതിലും അധികം സമ്പാദിക്കുന്നത് എന്ന് ഓർത്താൽ മറ്റുള്ളവർക്കും സഹായം ചെയ്യുവാൻ തക്കണം നിങ്ങൾ പ്രാപ്തരായിത്തീരും. മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും ആവുന്നത്ര നന്മ ചെയ്യുന്ന സാധിക്കും. അതിനുവേണ്ടി ദൈവമായ കർത്താവ് നമ്മുടെ എവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ഈ വചനം അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ക്ലിൻ്റൺ തന്നെ സ്ഥാനാരോഹണം ചെയ്യുന്ന സമയത്ത് എടുത്ത് വായിച്ച ഭാഗമാണ് ഗലാത്യ ലേഖനത്തിനകത്ത് ഈ ഭാഗം. ആകയാൽ നമ്മൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ മുന്നേറാം. ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ നമ്മളെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.